ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തെന്ന മലപ്പുറം പൊന്നാനി സ്വദേശിയുടെ പരാതിയിൽ നടപടിയെടുക്കാതെ സർക്കാർ. മുൻ SP സുജിത് ദാസ്, DYSP VV ബെന്നി, CI വിനോദ് എന്നിവർക്കെതിരെ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടും FIR രജിസ്റ്റർ ചെയ്തില്ല. അതിജീവിത പൊന്നാനി സ്റ്റേഷനിൽ നേരിട്ടെത്തി ഇന്ന് പരാതി നൽകി. ഞങ്ങൾ പോയിട്ട് 1 മണിക്കൂറോളം ഞങ്ങളവിടെ ഇരുത്തിയിട്ട് ഒരു നടപടി ഞങ്ങൾക്ക് തന്നില്ല. കുറേ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ വിളിച്ച് വക്കീലിനെ എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾക്ക് FIR ഒന്നും തന്നില്ല. റെസീറ്റ് പോയി മേടിച്ചിട്ട് പൊയ്ക്കോന്ന് അറിഞ്ഞു. അപ്പോഴേ ഞങ്ങൾ റെസീറ്റ് മേടിച്ച് വന്ന് അപ്പോൾ ഒരു താരം നോട്ടം എൻ്റെ കേസ് പോലും അയാൾ അറ്റൻഡ് ചെയ്ത് എൻ്റെ അടുത്ത് ചോദിക്കാവട്ടെ എൻ്റെ കൂടെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്തില്ല. ഭയങ്കര ദേഷ്യം പിടിച്ച പോലെയാണ് മുഖം കാണിച്ചത് ഞങ്ങളോട്. നല്ല രീതിയിലല്ല പെരുമാറി. ഇല്ല നല്ല രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല. പ്രാഥമിക അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ FIR രജിസ്റ്റർ ചെയ്യാനാകൂ എന്നാണ് പോലീസിന്റെ നിലപാട്. TV പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ. TV പ്രസാദ്, ഇന്നലെ ഇമെയിലായി അയച്ച പരാതിക്ക് പുറമെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകി കഴിഞ്ഞപ്പോൾ പരാതിക്കാരിക്ക് കിട്ടുന്ന മറുപടി എന്താണ്? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണ്? ഇന്ന് രാവിലെ നേരിട്ട് പരാതിയുമായി പോയിട്ടും FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല സുജയ. FIR രജിസ്റ്റർ ചെയ്തില്ല എന്ന് മാത്രമല്ല, പരാതിക്കാരി നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടും മൊഴി പോലും രേഖപ്പെടുത്താൻ തയ്യാറായില്ല എന്നുള്ളത് ഗുരുതരമായ കുറ്റം തന്നെയാണ്. കാരണം പോലീസിനെ സംബന്ധിച്ച് 376 അതൊരു കൊഗ്നിസിബിൾ ഒഫൻസാണ്. പരാതി കിട്ടിയാൽ അപ്പോൾ തന്നെ നടപടിയെടുക്കേണ്ട പരാതിയാണിത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് മലക്കം അറിയുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിലിപ്പോൾ പൊന്നാനി CAയുടെ അതേ റാങ്കിങ്ങിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, സീനിയർ ആയിട്ടുള്ള മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥർ, DYSP VV ബെന്നി, അതുപോലെ SP സുജിത് ദാസ്, ആകെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് അതിജീവിതയുടെ അഭിഭാഷകരുടെ തീരുമാനം. ഇന്നിപ്പോൾ കാത്തുനിന്ന് പോലീസ് FIR എടുത്തില്ല എങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് അഭിഭാഷകർ ഏതായാലും അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CI പരസ്യമായി രംഗത്ത് വന്നത് പരാതിക്കാരി ഒരു മോശം സ്ത്രീയാണെന്ന ഒരു രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു CI ആയ ആരോപണ വിധേയനായ വിനോദ്. പക്ഷേ അങ്ങനെ ഹണി ട്രാപ്പുകാരിയാണെന്നും ആളുകളിൽ നിന്ന് പണം തട്ടുന്ന ഒരു സ്ത്രീയാണെന്ന നിലയിലാണ് പറഞ്ഞിരിക്കുകയും ചെയ്ത്. പക്ഷേ അങ്ങനെ ഒരു കേസ് ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് കേസില്ല എന്ന് തന്നെയായിരുന്നു മറുപടി. അക്കാര്യം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്തു. ഈ സ്ത്രീക്കെതിരെ അങ്ങനെ കേസുകളില്ല, അങ്ങനെ പരാതികളില്ല. ഈ പറഞ്ഞതല്ലാതെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീ അവിടേക്ക് പോയതുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ അതിജീവിതക്കെതിരെ മോശമായ പരാമർശങ്ങൾ CI നടത്തിയതെന്നതും ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അഭിഭാഷകർ CIക്കെതിരെ ഇന്നും അവർ മകനൊപ്പമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. ദൃശ്യങ്ങളിൽ അങ്ങനെയാണ് കാണുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ അന്ന് ആ വീട്ടിലും ഈ മകൻ ഉണ്ടായിരുന്നു. മാത്രമല്ല, പരാതി നൽകാൻ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴും കുട്ടിക്കൊപ്പമാണ് വന്നതെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ടല്ലോ. കുടുംബമായി തന്നെയാണ് ഈ പരാതിക്ക് പിന്നാലെയും ഈ സ്ത്രീ പോകുന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇത് തന്നെയാണ് സുജയ. നേരത്തെയും ഇങ്ങനെയാണ്. ഈ 2022 CI വിനോദിനെ കാണാൻ പോയ സമയത്തും നേരത്തെ DYSP ബെന്നിയെ കാണാൻ പോയ സമയത്തും SP സുജിത് ദാസിനെ കാണാൻ പോയ സമയങ്ങളിലെല്ലാം ഈ കുഞ്ഞുമായാണ് ഈ സ്ത്രീ യാത്ര ചെയ്തിരുന്നത്. ഏതാണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, സ്കൂളിലല്ലാത്ത സമയങ്ങളിലെല്ലാം ഈ വീട്ടമ്മ ഈ കുഞ്ഞുമായാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. കുഞ്ഞിൻ്റെ കൂടെയാണ് ആ വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നത്. ഈ പരാതിക്കെല്ലാം, ഈ പരാതി കൊടുത്തതിനെല്ലാം സാക്ഷിയായി ആ മകനുണ്ട്. മാത്രമല്ല, പൊന്നാനി CI അന്ന് രാത്രി 10 മണിക്ക് വീട്ടിലെത്തി ചൂഷണം ചെയ്തെന്ന് പറയുന്ന ആ ദിവസം രാത്രി കുഞ്ഞിനെ കൂടാതെ ഇവരുടെ സുഹൃത്തായ യുവതിയും ആ വീട്ടിലുണ്ട്, യുവതിയുടെ കുഞ്ഞുമുണ്ട്. അങ്ങനെ 4 പേരാണ് ആകെ അന്ന് ആ വീട്ടിലുണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം എന്നാണ് ഇപ്പോൾ പ്രസാദ്, പ്രാഥമിക അന്വേഷണം എന്നാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. അതിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം FIR ഇടുമോ എന്നുള്ളതും പരിശോധിക്കൂ. പോലീസിൽ നിന്ന് ഇക്കാര്യത്തിൽ അടുത്ത നടപടികൾ എന്താണ്? സമാനമായ കേസുകളിൽ ഉണ്ടായിട്ടുള്ള വേഗത എന്തുകൊണ്ടാണ് ഈ കേസിൽ ഉണ്ടാകുന്നത്? ഈ പരാതിയിലെ സംശയം എന്താണ്? അതിലെ വ്യക്തതയാണ് ഇനി വരേണ്ടത്.